ഹായ് ഹലോ, വീണ്ടും എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഫേസ് പാക്ക് അല്ല, ഒരു റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ. ഇന്ന് ഓവൻ ഇല്ലാതെ ഒരു കേക്ക്, അതാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് നമുക്കൊരു കേക്ക് എങ്ങനെ തയ്യാറാക്കാം. ഇത് പറയുമ്പോൾ എല്ലാവരും ഓവൻ വെച്ചിട്ടായിരിക്കും കേക്ക് തയ്യാറാക്കുന്നത്. ഞാൻ എന്തായാലും ഓവൻ എടുക്കുന്നില്ല. നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നല്ലേ ഇതിൽ വെച്ചിട്ട് തന്നെ നോർമലി കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതും അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ട. മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവൻ ഇല്ലാതെ ഒരു ഹോം മെയ്ഡ് സ്പെഷ്യൽ ഹോം മെയ്ഡ് കേക്ക് അത്രയും മതി. റെഡി? ഓക്കെ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, റിഫൈൻഡ് വീറ്റ് ഫ്ലോർ വരുന്ന മൈദയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് 2 കപ്പ് വരുന്ന മൈദ അതിലേക്ക് ഇടാം. ഒരു പാത്രത്തിലേക്ക് ഇടാം. 2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. മൈദ അത്രയും മതി. ഇനി നമുക്ക് കുറച്ച് പാൽ അതിൽ കൂടെ ആഡ് ചെയ്യാം. പാലെന്ന് പറയുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി പാലൊന്നുമില്ല, അതുകൊണ്ട് 1 ഗ്ലാസിൻ്റെ 1/2 കപ്പ് വരുന്ന പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ നല്ല രീതിയിൽ മൈദയുമായിട്ട് മിക്സ് ചെയ്ത് ചേരണം. വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഒത്തിരി നമുക്ക് പുറത്തു നിന്ന് വരുന്ന സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാതെ വീട്ടിലുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 സ്പൂൺ വരുന്ന രീതിയിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ അത്രയാവും. പിന്നെ 2 കപ്പ് മൈദ ആയതുകൊണ്ട് 6 സ്പൂൺ മതിയാവും. കുറവാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി, അതായിരിക്കും ബെറ്റർ. മധുരം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമായിട്ട് വരുന്നത് ആ രീതിയിൽ ആഡ് ചെയ്തോളൂ. ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട നമുക്കിത് പൊട്ടിച്ച് ഇതിലേക്ക്, ഇത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാമോ? തലയിൽ തേക്കുന്ന ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്ന രീതിയാണ്, ഡാൻഡ്രഫിനൊക്കെ പറ്റിയ. അതാണ് മുട്ട കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ മുട്ട ഞാൻ ചേർത്ത് കഴിഞ്ഞു മൈദയിൽ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയും മുട്ടയും ഷുഗറും പിന്നെ പാലും കൂടെ നല്ല രീതിയിൽ ചേരണം. എന്നാലേ ബാറ്ററി തയ്യാറാക്കാൻ നല്ല രീതിയിലാവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പോരെ കേട്ടോ, പക്ഷെ അപ്പോൾ ഏകദേശം റെഡിയായി. മിക്സ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാറ്റർ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വേറൊന്നുമല്ല, വാനില എസൻസ് ആണ് കേട്ടോ. വാനില എസൻസ് ഒരു 3 ഡ്രോപ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഞാൻ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളൂ. 3 ഡ്രോപ്പ് ഞാൻ എടുത്തു വാനില എസൻസ്. ഇനി വേണ്ടത് ബട്ടർ. 1-1.5 സ്പൂൺ വരുന്ന ബട്ടർ എടുത്തിട്ട് ഈ മൈദയിലേക്ക് ഇട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1.5 സ്പൂൺ വേണം. ബട്ടർ 1.5 സ്പൂൺ ചേർക്കുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്ര ബട്ടർ ചേർക്കുമോ അത്രയും ടേസ്റ്റാണ് കിട്ടുക. നമുക്കറിയാം ബ്രെഡും ബട്ടറും എപ്പോഴും ഒരു ടേസ്റ്റി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ ചേർക്കാനുള്ളത്. പാലും ബട്ടർ എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ്നെസ് കിട്ടാനുള്ളൊരു സാധനമാണ്. നമുക്കറിയാം ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയിൽ നമ്മൾ കൂടുതലും പാല് ചേർക്കാറുണ്ട്. അത് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഏകദേശം അത് റെഡിയാക്കി വെച്ചു. പറഞ്ഞല്ലോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ബാറ്റർ ഏകദേശം റെഡിയായി. കണ്ടല്ലോ, ആ കോമ്പിനേഷൻ എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, ഒരു ഇഡ്ഡലി പാത്രം. ഞാൻ പറഞ്ഞ ആവിയിലാണ് ഞാൻ ഇത് വെക്കുന്നത്, ഓവനിലല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു ഇഡ്ഡലി പാത്രമാണ്, അതാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അത് എടുത്തിട്ട് ഗ്യാസിൽ വെക്കാം. വെള്ളം വെച്ചിട്ട് ഗ്യാസിൽ വെക്കാം. അതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അതിൽ നമുക്ക് ബട്ടർ നന്നായിട്ട് തേക്കാം. എന്നാൽ മാത്രമേ നമുക്ക് കേക്ക് റെഡിയാക്കാൻ ആവിയിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് തയ്യാറാക്കിയത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുൾ കവർ ചെയ്ത് നന്നായിട്ട് ഒഴിക്കാം. കാരണം ബട്ടർ ഞാൻ എല്ലായിടത്തും തേച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫുള്ളായി കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് റെഡിയായിട്ട് കഴിഞ്ഞു.
ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പുറത്തൊരു ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ ടേസ്റ്റിന് വേണ്ടി ചോക്ലേറ്റ് ആണ്. അത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മിൽക്കി ബാറാണ് കേട്ടോ. മിൽക്കി ബാറിൻ്റെ ഇപ്പോൾ കഴിക്കാൻ തോന്നുമല്ലേ, മിൽക്കി ബാറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി മിൽക്കി ബാർ പൊട്ടിച്ച് ഞാൻ നേരത്തെ വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് കണ്ടോ ഇതേ രീതിയിൽ പൊട്ടിച്ച് ഒന്ന് ഡയലൂട്ട് ചെയ്ത് എന്ന് വെച്ചാൽ അലിച്ചെടുക്കുക. ഈ രീതിയിൽ കിട്ടും നമുക്ക്. ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ചൂടുണ്ട് കേട്ടോ. എപ്പോഴും മിൽക്കി ബാർ ടേസ്റ്റ് അല്ലേ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മിൽക്കി ബാറാണ്. അതുകൊണ്ടാണ് ഞാൻ കേക്കിൻ്റെ പുറത്ത് ഇത് ചേർക്കുന്നത്. ഹോം മെയ്ഡ് കേക്കാകുമ്പോൾ ഒത്തിരി പേർക്ക് കഴിക്കാൻ താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ചേർക്കുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടും. അത് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് ചോക്ലേറ്റോ എന്ന് വെച്ചാൽ ബ്രൗൺ ചോക്ലേറ്റോ ഏത് വേണോ നമുക്ക് ആഡ് ചെയ്യാം. ചോക്ലേറ്റ് കണ്ടപ്പോൾ സത്യം തന്നെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. ഇനി ഫുള്ളായിട്ട് കവർ ചെയ്യുക എല്ലായിടത്തും, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടല്ലേ, നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കത് വയ്ക്കാം. ഇതേ രീതിയിൽ വെക്കുക. ചെറിയ പാത്രം എങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയോ അത് വെക്കുക. അപ്പം ഞാനത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ ഈ രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ബട്ടറൊക്കെ മേളിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ ചോക്ലേറ്റിൻ്റെ ആ കൺസിസ്റ്റൻസി ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ സൈഡിൽ ആ ഗ്യാപ്പ് വിട്ട് തുടങ്ങിയപ്പോൾ നമുക്കറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് മെത്തേഡിൽ വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കണ്ടല്ലോ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി കേക്ക്, ചോക്ലേറ്റ് കേക്ക് എന്ന് പറയാം, കാരണം മിൽക്കി ബാർ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ മിൽക്കി ബാർ കേക്കെന്നും പറയാം കേട്ടോ. അപ്പോൾ ഇനി തണുത്ത് കഴിഞ്ഞു, നമുക്കിന്ന് ഒരു സെപ്പറേറ്റ് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കുറച്ചൊന്ന് തണുത്തില്ലെങ്കിൽ ചൂടായിരിക്കും, എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അതേ രീതിയിലുള്ള പാത്രമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, സെപ്പറേറ്റായിട്ട് വെച്ചു. ഈ പാത്രത്തിലാണ് ഞാൻ വെച്ചത്, അതേ രീതിയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആ വച്ച അതേ രീതിയിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ സെപ്പറേറ്റ് പ്ലേറ്റിൽ നിന്ന് മാറ്റിയപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് വന്നത്. പിന്നെ ഞാനിത് 2 ലെയറായിട്ടൊന്നും എടുക്കുന്നില്ല, ചെറിയൊരു കേക്കാണ്. പിന്നെ ഇതെന്താണെന്നല്ലേ, ക്രീമാണ്, വേറൊന്നുമല്ല, ഞാൻ തയ്യാറാക്കി വെച്ച ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീമാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഫ്രഷ് ക്രീമാണ്, പുറത്തു നിന്ന് വാങ്ങിയതല്ല. അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്രീമാണ് ഞാനിന്ന് കേക്കിൽ പേസ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ തയ്യാറാക്കുന്നതും പുറത്തുനിന്ന് വാങ്ങും കുറച്ച് വ്യത്യാസം, പക്ഷേ ടേസ്റ്റ് എനിക്ക് അത്ര വലുതായിട്ട് വ്യത്യാസമായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നിയേക്കാം. പിന്നെ ഐസിങ് ഷുഗറിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ എല്ലായിടത്തും പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇതാണ് ഇന്നത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വെക്കാം. ഫ്രണ്ട് പോർഷൻ, ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് പോർഷൻ ടേസ്റ്റ് വേണം, കാരണം എന്താ, ഞാൻ മിൽക്കി ബാറല്ല എൻ്റെ പുറത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചത്. ബാക്ക് സൈഡായിരിക്കും അത്ര ഒരു ടേസ്റ്റ് കിട്ടാത്തത്, അതുകൊണ്ടാണ് ഞാനത് ബാക്ക് സൈഡ് ക്രീം വെച്ച്. ഇനി നമുക്ക് ചെറി വെക്കാം അതിലേക്ക്. അല്ല, ഒത്തിരി ഭയങ്കര ഡെക്കറേഷൻ അല്ല, നോർമൽ രീതിയിൽ ചെറി വെച്ചിട്ടുണ്ട്. നല്ല മധുരമുണ്ട്, കാരണം എന്താ, ചോക്ലേറ്റും പിന്നെ ഷുഗർ എല്ലാം കൂടെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല മധുരമുണ്ട്. ഇനി വേറെ ഒത്തിരി ക്രീം ചേർക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിന് മധുരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ഓവനില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ആ ഒരു പ്രപ്പോർഷനിൽ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ കണ്ടല്ലോ, കട്ട് ചെയ്തപ്പോൾ ആ ഒരു പ്രപ്പോർഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സൂപ്പർ കേക്കാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കേക്കൊക്കെ കണ്ടല്ലോ, ഇനി നമുക്കൊരു ക്രിസ്മസ് പുൽക്കൂട് കാണാം കേട്ടോ. എന്താണെന്നല്ലേ ഞാൻ പറയാം. പുൽക്കൂടാണ്, നോക്കാം. കണ്ടോ ഞങ്ങളുടെ പുൽക്കൂട്, ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് പുൽക്കൂട്. മഞ്ഞ് പോലൊരു പുൽക്കൂട്, ഞങ്ങൾ കാർഡ്ബോർഡ് ബോക്സിൽ തയ്യാറാക്കിയൊരു പുൽക്കൂടാണ് കേട്ടോ. പിന്നെ സ്റ്റാർസ്, ചെറിയൊരു ലൈറ്റിങ്, ക്രിസ്മസ് ട്രീ, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പൊന്നുവിൻ്റെ ഐഡിയ ആണ് കേട്ടോ പുൽക്കൂട് തയ്യാറാക്കിയത്. പുൽക്കൂട് കിട്ടിയേ തീരൂ. അപ്പോൾ എന്തോ വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാം. വെറുതെ എന്തിനാ കാർഡ്ബോർഡ് ബോക്സ് അതൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു.
ഉണ്ണിയേശു പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ അതൊക്കെ. അപ്പോൾ ഇതെല്ലാം പൊന്നൂസിൻ്റെ ഐഡിയാസ് ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ചെറിയൊരു ലൈറ്റിംഗ് ക്രിസ്മസ് ട്രീ ഇതൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.